നമസ്കാരം. ഞാൻ ഡോക്ടർ സൂസൻ ജോസഫ്, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്. മാസക്കുളി നിന്നതിന് ശേഷമുള്ള ബ്ലീഡിംഗ്, അതായത് പോസ്റ്റ്മെനോപോസൽ ബ്ലീഡിംഗ്, എപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത്, ഇത് ക്യാൻസർ ആയിരിക്കുമോ തുടങ്ങി 100 കൂട്ടം സംശയങ്ങളുണ്ടാകും. 45 വയസ്സിന് മുകളിൽ ബ്ലീഡിങ് ഇറഗുലറായിട്ട് വരാം പീരീഡ് നിൽക്കാറാകുമ്പോൾ. പക്ഷേ പീരീഡ്സ് പൂർണ്ണമായിട്ടും നിന്നിട്ട് 1 വർഷത്തിനോളം ബ്ലീഡിംഗ് ഇല്ലെങ്കിലാണ് നമ്മളിത് മെനോപോസായി അല്ലെങ്കിൽ ആർത്തവവിരാമമായി എന്ന് പറയുക. ഇതിന് ശേഷമുള്ള എത്ര ചെറിയ ബ്ലീഡിംഗ് ആണെങ്കിലും അത് വളരെ സിഗ്നിഫിക്കൻ്റാണ്. അത് പല വിധത്തിൽ ഈ ബ്ലീഡിംഗ് പ്രസൻറ്റ് ചെയ്യാം. ചിലർക്ക് സാധാരണ പീരീഡ് പോലെ തന്നെ ചിലപ്പോൾ ഒന്ന് വരാം. ചിലർക്ക് ചെറിയ സ്പോട്ടിങ് മാത്രമേ ഉണ്ടാകാറുള്ളൂ. ചിലപ്പോൾ ഒന്ന് വൈപ്പ് ചെയ്യുമ്പോൾ ചെറിയ ബ്ലഡ് സ്റ്റെയിൻ ചിലപ്പോൾ കാണാം. അതുപോലെ ചിലർക്ക് ക്ലോസറ്റിൽ ചെറിയ ബ്ലഡ് ചിലപ്പോൾ കണ്ടെന്ന് വരാം. അങ്ങനെ ചിലർക്ക് ചിലപ്പോൾ അമ്മമാരുടെ ഉടുപ്പിൻ്റെ പുറകിൽ കുറച്ച് ബ്ലഡ് കണ്ടു എന്ന് പറഞ്ഞ് മക്കൾ ചിലപ്പോൾ കൊണ്ടുവരാറുണ്ട്. അത് വളരെ നല്ല കാര്യമാണ് അങ്ങനെ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ പല വിധത്തിൽ ഈ പോസ്റ്റ്മെനോപോസൽ ബ്ലീഡിംഗ് പ്രസൻറ്റ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ചിലർ അത് വലിയ കാര്യമാക്കാറില്ല. ഒരു ചെറിയ ബ്ലീഡിംഗ് അല്ലേ ഉണ്ടായിട്ടുള്ളൂ, ഇനിയും ഉണ്ടാകുവാണെങ്കിൽ പോകാം എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ പീരീഡ് പിന്നെ ഒന്നുകൂടെ സാധാരണ പീരീഡ് പോലെ തന്നെയല്ലേ വന്നത്, അപ്പോൾ കുഴപ്പമില്ല എന്ന് വിചാരിച്ചും അങ്ങനെയും ഇരിക്കരുത്. ആ ബ്ലീഡിങ്ങിൻ്റെ അളവ് എത്ര ചെറുതാണെങ്കിലും എങ്ങനെ പ്രസൻറ്റ് ചെയ്താലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും ഡോക്ടറെ സമീപിക്കണം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നതിൽ 10ൽ 1 ചിലപ്പോൾ ക്യാൻസർ ആവാം. പ്രത്യേകിച്ച് യൂട്രസിൻ്റെ ലൈനിങ്ങിൻ്റെ ക്യാൻസറായ എൻഡോമെട്രിയൽ ക്യാൻസറാണ് സാധാരണയായി ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുക. അതിൻ്റെ അർത്ഥം 10ൽ 9 നോർമലായിരിക്കും. അത് എങ്കിലും ഈ ഒരു ക്യാൻസറിനെ കണ്ടുപിടിക്കാനുള്ള, ഏർലി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു സിംറ്റമാണ് ഈ ബ്ലീഡിങ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ആ ബ്ലീഡിങ് കണ്ടാൽ തീർച്ചയായിട്ടും ഡോക്ടറെ സമീപിക്കണം. ഇത് കോമൺ ആയിട്ട് കാണുന്ന കോസ് ഈ ബ്ലീഡിങ്ങിൻ്റെ യൂട്രസിൽ നിന്നുള്ള തന്നെ ബ്ലീഡിങ് ആവാം. ചിലപ്പോൾ ഇത് ഗർഭാശയത്തിൻ്റെ ഉള്ള ബ്ലീഡിങ് ആവണമെന്നില്ല. ചിലപ്പോൾ ഇത് മലദ്വാരത്തിൽ നിന്നുള്ള ബ്ലീഡിങ് ആവാം. ചിലർക്ക് അത് മൂത്രനാളി, അതായത് യൂറിനറി ബ്ലാഡർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം അങ്ങനെയുള്ളതുകൊണ്ട് ചിലപ്പം ബ്ലീഡിങ് ഉണ്ടാവാം. ചിലർക്ക് മലദ്വാരത്തിനോട് ചേർന്നുള്ള എന്തെങ്കിലും പ്രോബ്ലം ആണെങ്കിൽ, അതായത് ചിലർക്ക് പൈൽസ് പോലുള്ള പ്രോബ്ലം, ചിലർക്ക് മലദ്വാരത്തിൻ്റെ ക്യാൻസർ ആണെങ്കിലും വരാം. അങ്ങനെ പല വിധത്തിലുള്ള ബ്ലീഡിങ്ങും അങ്ങനെയും പ്രസൻറ്റ് ചെയ്യാം. ചിലർക്കത് എവിടെ നിന്നാണ് ബ്ലീഡിംഗ് എന്ന് എക്സാക്റ്റായിട്ട് പറയാൻ ചിലർക്ക് പറ്റിയെന്ന് വരില്ല. അത് ഡോക്ടറെ കണ്ട് സമീപിക്കുമ്പോൾ ഡോക്ടർ അത് ഇവാലുവേറ്റ് ചെയ്തുകൊള്ളും. പിന്നെ ഈ ബ്ലീഡിങ് നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് ഇതിൻ്റെ കോസസ്. 10ൽ 9 യാതൊരു പ്രോബ്ലവും സാധാരണ ഉണ്ടാക്കുന്നതായിരിക്കില്ല. നോർമലായിട്ട് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന കോസ്, പീരീഡൊക്കെ നിന്ന് കഴിയുമ്പോൾ ഹോർമോണിൻ്റെയൊക്കെ കുറവ് വരുമല്ലോ, ഈസ്ട്രജൻ എന്നുള്ള ഹോർമോണൊക്കെ കുറവ് വന്നു കഴിയുമ്പോൾ ആ യോനിയുടെ ഭിത്തിയൊക്കെ ഒരു ഇൻഫ്ലമേറ്ററി ചേഞ്ച് എന്ന് പറയും നമ്മൾ, ആ ഒരു ചേഞ്ച് ഉണ്ടായി യൂട്രസിൻ്റെ ആ യോനിയുടെ ഭിത്തിയൊക്കെ തിന്നായിട്ട് അവിടെ നിന്ന് ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാവാം. ചിലർക്ക് ഗർഭാശയ മുഖത്ത് നിന്ന് ചെറിയ ദശയോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാവാം. ചിലർക്ക് യൂട്രസിൻ്റെ ഉള്ളിൽ നിന്നുള്ള ലൈനിങ്ങും തിന്നാവാം, തിക്കാണെങ്കിൽ ചിലപ്പോൾ അതൊരു ദശയൊക്കെ ആവാം. അങ്ങനെ പല വിധത്തിൽ ഉള്ള കോസുകൾ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പല മാർഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഡോക്ടറെ സമീപിക്കുമ്പോൾ ഡോക്ടർ നിങ്ങളോട് നിങ്ങളുടെ ഹിസ്റ്ററി ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ബ്ലഡ് തിന്നിങ് ഏജൻറ്റ്സ് എടുക്കുന്നവരാണോ? ബ്ലഡ് തിന്നിങ് ഏജൻറ്റ്സ് എടുക്കുമ്പോൾ ബ്ലീഡിങ് എവിടെ നിന്ന് വേണമെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഇവാലുവേഷൻ, ചിലർക്ക് ചില ഹാർട്ടിൻ്റെ പ്രോബ്ലമൊക്കെ ഉള്ളവർക്ക് ബ്ലഡ് തിന്നാവാനായിട്ടുള്ള ഏജൻറ്റ്സ് എടുക്കുന്നവരുണ്ട്. അതാണെങ്കിൽ അത് നിങ്ങളുടെ ഡോക്ടറുടെ പറയണം. ചിലർക്ക് ബ്രസ്റ്റ് ക്യാൻസറൊക്കെ വന്നിട്ടുള്ളവർ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ടമോക്സിഫൻ അങ്ങനത്തെ ഹോർമോണിൻ്റെ ടാബ്ലറ്റ്സ് എടുക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ അതാവാം നിങ്ങളുടെ ബ്ലീഡിങ്ങിൻ്റെ കോസ്. ചിലർ HRT, ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എന്ന് പറയും. ചിലർക്ക് വല്ലാത്ത വെട്ടി വേർത്ത് ആ ഹോട്ട് ഫ്ലഷസൊക്കെ കുറയാനും നമുക്ക് ആ ഈസ്ട്രജൻ്റെ കുറവിനെ ആ പ്രോബ്ലം ദൂരീകരിക്കാനായിട്ടുള്ള ഈസ്ട്രജൻ്റെ ട്രീറ്റ്മെൻറ്റ് ഗുളികകളൊക്കെ കഴിക്കുന്നവരുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഡോക്ടറോട് പറയണം. പിന്നെ ചിലർക്ക് ഫാമിലിയിൽ ക്യാൻസറിൻ്റെ പ്രോബ്ലം, ചിലർക്ക് റിലേറ്റീവ്സിൽ ബ്രസ്റ്റ് അല്ലെങ്കിൽ ഓവറി, യൂട്രസിൻ്റെ ക്യാൻസർ, അതുപോലെ വൻകുടലിൻ്റെ ക്യാൻസർ, ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ക്യാൻസേഴ്സാണ്. അപ്പോൾ ഇതൊക്കെ ഒരു 5% താഴെ മാത്രമേ ഇങ്ങനെയുള്ള ഈ ഫെമിലിയലായിട്ടുള്ള ഇങ്ങനെയുള്ള ഈ ക്യാൻസറുകൾ ഉണ്ടാകാറുള്ളൂ. അപ്പോൾ എങ്കിലും അങ്ങനത്തെ ഹിസ്റ്ററി, പ്രത്യേകിച്ച് കസിൻസിനൊക്കെ ഇതുപോലൊക്കെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ സമീപിച്ച് പറയേണ്ടതാണ്. പിന്നെ
അപ്പോൾ ഡോക്ടറെ സമീപിക്കുമ്പോൾ ഡോക്ടർ സാധാരണ ചെക്ക് ചെയ്യുക, നിങ്ങളുടെ ഇതുപോലെ ഹിസ്റ്ററി ചോദിച്ചതിന് ശേഷം ഒരു ഈ സ്പെക്കുലം, അതായത് നമുക്കറിയാം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ മെറ്റാലിക് ഒരു ഇൻസ്ട്രുമെൻ്റാണ്. അത് വേദനയൊന്നും എടുക്കില്ല. നമ്മൾ യൂട്രസിൻ്റെ ആ യോനി ഒന്ന് ഓപ്പൺ ആവാനായിട്ട് നമ്മൾ ഈ സ്പെക്കുലം അകത്തേക്ക് കടത്തി ഈ ഗർഭാശയത്തിൻ്റെ മുഖം കാണാനും ആ യോനിക്കകം നമുക്ക് നന്നായിട്ട് എന്തെങ്കിലും പ്രോബ്ലമോ എന്തെങ്കിലും ദശയോ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാനായിട്ടുള്ള നമുക്ക് കാണാനായിട്ട് നന്നായിട്ട് സഹായിക്കും. അതിനുശേഷം പാപ്സ്മിയർ ടെസ്റ്റ് എടുത്തിട്ടില്ലെങ്കിൽ നമ്മളൊരു ഇയർബഡ് വെച്ച് നമ്മൾ എടുക്കുന്നത് പോലെ മാത്രമേ ഉള്ളൂ, ഒരു വേദനയും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഒരു പാപ്സ്മിയർ ബ്ലീഡിങ് ഇല്ല എങ്കിൽ ആ സമയത്ത് എടുക്കും. അതുപോലെ ഗർഭാശയത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും തിക്നെസ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാനായിട്ട് ഒരു അൾട്രാസൗണ്ട്, പ്രത്യേകിച്ച് വജൈനൽ സ്കാൻ, ഉള്ളിക്കൂടെയുള്ള സ്കാൻ തന്നെയാണ് അതിന് വേണ്ടത്. അതിന് യാതൊരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല. അത് ഉള്ളിക്കൂടെയുള്ള സ്കാൻ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ആ യൂട്രസിൻ്റെ ലൈനിങ്ങിൻ്റെ തിക്നെസ് എത്രയുണ്ടെന്നറിയാം. സാധാരണ പീരീഡ് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 4 മില്ലിമീറ്ററിൽ താഴെ തിക്നെസ്സാണ് വേണ്ടത്. അപ്പോൾ 4 മില്ലിമീറ്ററിൽ കൂടുതലാണ് ബ്ലീഡിങ്ങുമായിട്ട് പ്രസൻറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ഫർദർ ഇവാലുവേഷൻ വേണം. പക്ഷേ 4 മില്ലിമീറ്ററിൽ താഴെ മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ ഈ ഹോർമോണിൻ്റെ കുറവ് കൊണ്ടൊക്കെയുള്ള ബ്ലീഡിങ് ആവാം. അപ്പോൾ അതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് സാധാരണ തന്നുവിടും. പക്ഷേ റിപ്പീറ്റഡായിട്ട് ഈ ബ്ലീഡിംഗ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ യൂട്രസിൻ്റെ ലൈനിങ് നേരത്തെ തിന്നാണെന്ന് പറഞ്ഞെങ്കിലും ഒരിക്കലും അങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്. തിന്നായിട്ടാണെങ്കിലും റിപ്പീറ്റഡായിട്ട് ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ സമീപിക്കണം. തീർച്ചയായിട്ടും ബയോപ്സി, യൂട്രസിൻ്റെ ലൈനിങ്ങിൻ്റെ ബയോപ്സി, യൂട്രസിൻ്റെ ലൈനിങ് തിന്നാണെങ്കിലും തീർച്ചയായിട്ടും എടുക്കേണ്ടതാണ്. അപ്പോൾ റിപ്പീറ്റഡായിട്ട് പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ ഒരിക്കൽ ഡോക്ടറെ കണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞെങ്കിലും ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കരുത്. പിന്നെ യൂട്രസിൻ്റെ ലൈനിങ് തിക്കാണെങ്കിൽ ഡോക്ടർ തീർച്ചയായിട്ടും ഒരു പിപ്പൽ ബയോപ്സി അല്ലെങ്കിൽ അത് OP ആയിട്ട് തന്നെ ചെയ്യാവുന്ന യൂട്രസിൻ്റെ ലൈനിങ്ങിൽ നിന്ന് സാമ്പിൾ എടുക്കാവുന്ന പോലത്തെ OP പ്രൊസീജിയറായ പിപ്പൽ ബയോപ്സി, അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പിപ്പൽ ബയോപ്സി അല്ലെങ്കിൽ വേണമെങ്കിൽ DNC അല്ലെങ്കിൽ ഹിസ്ട്രോസ്കോപ്പി, യൂട്രസ് പ്രത്യേകിച്ച് ദശ പോലെ വല്ലതും ആണെങ്കിൽ യൂട്രസിൻ്റെ ഉള്ളിൽ നമുക്ക് കണ്ട് ചെയ്യാവുന്ന ഹിസ്ട്രോസ്കോപ്പി, ക്യാമറ കടത്തി ചെയ്യുന്ന ഹിസ്ട്രോസ്കോപ്പി, അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹിസ്ട്രോസ്കോപ്പി അങ്ങനെ ഉള്ള മാർഗ്ഗങ്ങളെല്ലാം വെച്ച് നമുക്ക് കൃത്യമായിട്ട് ഈ പ്രോബ്ലം എന്താണെന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ്, ഹോർമോണിൻ്റെ കുറവാണെങ്കിൽ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ്, പോളിപ്പോ അല്ലെങ്കിൽ ദശയൊക്കെ ആണെങ്കിൽ അത് നമ്മൾ എടുത്ത് മാറ്റി അത് ബയോപ്സിക്ക് അയക്കും. യൂട്രസിൻ്റെ ലൈനിങ് തിക്കാണെങ്കിലും നമ്മളത് ക്യൂരേറ്റ് ചെയ്ത് അതും നമ്മൾ ബയോപ്സിക്ക് അയക്കുമ്പോൾ ഇത് പ്രോബ്ലം ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ പറ്റും. അതുപോലെ അൾട്രാസൗണ്ട് വഴി യൂട്രസിൻ്റെ പുറത്തുള്ള, അതായത് ഓവറി ഒക്കെ നമുക്കറിയാനും ഈ അൾട്രാസൗണ്ട് കൊണ്ട് സാധിക്കും. കോമൺ ആയിട്ട് കാണുന്നത് യൂട്രസിൻ്റെ ലൈനിങ്ങിൻ്റെ ക്യാൻസറാണ് ഈ പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ്ങിലുള്ള ക്യാൻസറിലെങ്കിലും മറ്റുള്ള ക്യാൻസേഴ്സ്, അതായത് ഗർഭാശയ മുഖത്തെ ക്യാൻസർ, യോനിയുടെ ക്യാൻസർ, വജൈനൽ ക്യാൻസർ, വൾവൽ ക്യാൻസർ തുടങ്ങിയ ക്യാൻസേഴ്സും ഒക്കെ ഈ പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിംഗ് ആയിട്ട് ചിലപ്പോൾ പ്രസൻറ്റ് ചെയ്യാം. പിന്നെ വെയിറ്റ് റിഡക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് വെയിറ്റ് കൂടുതലുള്ളവരിൽ യൂട്രസിൻ്റെ ലൈനിങ്ങിൻ്റെ ക്യാൻസർ കൂടുതലായിട്ട് കാണുന്നുണ്ട്. വെയിറ്റ് റിഡക്ഷൻ കൊണ്ട് തന്നെ 30% കൂടുതൽ യൂട്രസിൻ്റെ ലൈനിങ്ങിൻ്റെ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാം എന്നാണ് സ്റ്റഡീസ് കാണിക്കുന്നത്. അപ്പോൾ ഈ പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിംഗ് പ്രത്യേകിച്ച് ഏജ് മുന്നോട്ട് പോകുന്നതോറും ഒരു 45-50 വയസ്സിലൊക്കെ ബ്ലീഡിങ് നിന്നെങ്കിൽ ഒരു 10-70 വയസ്സിലൊക്കെ ആകുമ്പോൾ ബ്ലീഡിങ് കണ്ടാൽ അതൊന്നുകൂടെ ശ്രദ്ധിക്കണം. ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കരുത്. പ്രത്യേകിച്ച് ഇത് എന്നെ കേൾക്കുന്നവർ മിക്കവാറും കുറേ കൂടെ യങ്ങർ ജനറേഷൻ ആണെങ്കിൽ നിങ്ങളുടെ അമ്മമാർക്ക് ഇതുപോലെ എന്തെങ്കിലും ബ്ലീഡിങ് ഉണ്ടോ എന്ന് ഒന്ന് ചോദിക്കുന്നത് നന്നായിരിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം എന്നുള്ളത് അവരെ പഠിപ്പിക്കുകയും ചെയ്യണം. കാരണം നമുക്കറിയാം യൂട്രസിൻ്റെ ക്യാൻസറാണ് കോമൺ ക്യാൻസർ എന്ന് നമ്മൾ പറഞ്ഞു ഈ ബ്ലീഡിംഗ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നവരില്ല. പക്ഷേ അതിൻ്റെ ഒരു നല്ല വശം എന്ന് പറഞ്ഞാൽ ഈ ഏർലി ആയിട്ട്, അതായത് യൂട്രസിൽ നിന്നും ആ വജൈന വഴിയുള്ള ബ്ലഡ് പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് ഏർലി ആയിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഏർലി ആയിട്ട് കണ്ടുപിടിച്ചാൽ യൂട്രസിൻ്റെ ക്യാൻസറിന് ഏറ്റവും നല്ല ഒരു ഔട്ട്കം ഉണ്ട്. ചിലപ്പോൾ ഏർലി സ്റ്റേജിലൊക്കെ കണ്ടുപിടിച്ചാൽ നമുക്ക് സാധാരണ യൂട്രസ് റിമൂവൽ സർജറിയും ഓവറി എടുത്ത് മാറ്റുന്ന സർജറിയും മാത്രം മതിയാകും. പക്ഷേ നമുക്ക് വെച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഈ സാധാരണ സർജറി കൊണ്ട് പറ്റുകയില്ല. എക്സ്റ്റെൻസീവായിട്ടുള്ള സർജറി വേണം. അതിനുശേഷം റേഡിയേഷൻ, അങ്ങനത്തെ ഒക്കെ കൂടുതലായിട്ടുള്ള പ്രൊസീജിയേഴ്സ് വേണ്ടി വരും. ഔട്ട്കം എന്തൊക്കെ ചെയ്താലും ഔട്ട്കമും അത്ര നല്ലതായിരിക്കില്ല. അപ്പോൾ ഏർലി ആയിട്ട് കണ്ടുപിടിക്കാനുള്ള ഈ സാധ്യത, അതാണ് പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിംഗ്
ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറെ സമീപിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഡു നോട്ട് ഫോർഗെറ്റ് ടു കമൻറ്റ്. നന്ദി, നമസ്കാരം.